നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഉത്സവം 7ാം ദിവസമാണ്. അപ്പോൾ ഇനിയും വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് വരാൻ സാധിക്കാത്ത നിരവധി പേരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഇന്നും കൂടെ ചേർത്തിട്ട് ഇനി 4 ദിവസം കൂടി ഉള്ളൂ ആറാട്ടിനെ. അപ്പോൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ വിദേശത്തുള്ളവരുടെ കാര്യം അല്ലാട്ടോ പറയുന്നത്. അവർക്ക് എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. എന്നാലും കുറച്ചൊരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടുവരാൻ സാധിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവരും ഇങ്ങനെ മുടക്കായിട്ട് വരാൻ സാധിക്കാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും ഭഗവാനെ ഒരു നോക്ക് വന്ന് കാണാനായിട്ട് സാധിക്കണേ, ഭഗവാന്റെ കഞ്ഞിയൊക്കെ ഒന്ന് കുടിക്കാനായിട്ട് സാധിക്കണേ എന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും. ഇത് പറയാൻ കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും ഒന്ന് വന്ന് കാണാനായിട്ട് സാധിക്കണില്ലല്ലോ ഭഗവാനെ, എന്നാ എന്നെ അങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കുക. അതേപോലെ കഞ്ഞിയൊന്നും ഇതുവരെ കുടിക്കാത്തവരുണ്ട്. ഞാൻ ഇതുവരെ കഞ്ഞി കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പ്രസാദമൂട്ട് കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ നിരവധി പേര് കമൻസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭഗവാൻ തന്നെ അതിനുള്ള ഭാഗ്യം നൽകട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കാട്ടോ. അതിനുള്ള വഴികളൊക്കെ ഭഗവാൻ തന്നെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഞ്ഞി കുടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വയറ് നിറയെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചിട്ട്. അപ്പോൾ ഇന്നും കഞ്ഞി കുടിക്കാനുള്ള ഒരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് വയറ് നിറയെ കഞ്ഞി കുടിച്ചോളൂ കേട്ടോ. ഇങ്ങോട്ട് വരൂ. ഹായ് എന്താട്ടാ, ഇവിടെയാണല്ലേ? ഹായ് നല്ലു. ഹായ് പയ്യ. ഹലോ. കൊടുത്തോ വരുന്നുണ്ട്.
ആനന്ദേട്ടനാ ആനന്ദേട്ടൻ. അത് വേണ്ട ഇത് വേണ്ട ഇതിൻ്റെ ആരാ മാമൻ കയറണോ? അപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു സന്തോഷമായി എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലങ്കാരം പറയാം. ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം മുരളി ഊതി നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 2 കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഭഗവാൻ ഇങ്ങനെ ഓടി നടക്കല്ലേ എല്ലായിടത്തും. അപ്പോൾ ഭഗവാന് തന്നെ ഒരു സംശയം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉഷാറ് കുറവൊക്കെ ഉണ്ടോയെന്ന്. കാരണം പുറത്തൊക്കെ ഓരോരോ കലാപരിപാടികൾ നടക്കുകയാണ്. ഇപ്പോൾ തിരുവാതിരക്കളി നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ പല വേദികളിലായിട്ട് നൃത്തങ്ങൾ ചെയ്യുന്നവർ, പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത്. അയ്യോ ഇനിയിപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ തെറ്റിപ്പോകുമോ, എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുമോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരു ടെൻഷനൊക്കെ സ്വാഭാവികമായിട്ട് ചിലർക്കൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഭഗവാൻ കാണുന്നുണ്ടേ. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ, ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ. അപ്പോൾ എന്താ ചെയ്യുന്നേ ഭഗവാൻ? ആ പൊന്നോടക്കുഴലെ കയ്യിലെടുത്തുകൊണ്ട് ചുണ്ടോട് ചേർത്ത് വേണുനാദം പൊഴിക്കുക. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്കാണ് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം അലിഞ്ഞു ചേരുന്നത്. അപ്പം എന്താകും സംഭവിക്കുക? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിലും, എന്തൊക്കെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അലിഞ്ഞില്ലാതാവുക ചെയ്യുക. അപ്പം എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഒരു കരസ്പർശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം നമ്മളിലേക്കാണ് എത്തുന്നത്. അങ്ങനെ നമ്മളെല്ലാവരെയും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ ഇന്നലെ കേട്ടോ. ഇപ്പം നൃത്തം ചെയ്യുന്നവരെ, പാട്ട് പാടുന്നവരെ മാത്രമല്ല, ആ കലവറയിൽ പണിയെടുക്കുന്ന ആ ഒരു ഭക്തരെ ആണെങ്കിലും, അതുപോലെ തന്നെ കഞ്ഞി വിളമ്പുന്നവരാണെങ്കിലും, കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടുള്ള ഭക്തരാണെങ്കിലും എല്ലാവർക്കും ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെയാണ് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദത്തിലൂടെ ലഭിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നൽകാനായിട്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട്, എല്ലാവർക്കും ഒരു റിലാക്സേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇന്നലെ തൻ്റെ ഓടക്കുഴലിൽ ചുണ്ടോട് ചേർത്തിട്ട് വേണുഗാനം പൊഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ 2 കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ആ ഓടക്കുഴൽ വിളിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു സ്നേഹ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഈ ഒരു കഥ പറയാട്ടോ. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കണം എന്നാണ് പറയാം.
അപ്പോൾ ഭഗവാനെ അല്ലെങ്കിൽ നാരായണ, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നവരുണ്ട്, ഇതൊന്നും പറയാത്തവരുണ്ട്. അപ്പോൾ ഭഗവാനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഗുണങ്ങളാണ് ലഭിക്കുന്നത്. അറിയാതെ വിളിച്ചാൽ പോലും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിയാതെയല്ല, മനസ്സിരുത്തിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ വിളിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു കഥ പറയാട്ടോ. ഇത് ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ ജീവിതമാണ്. അദ്ദേഹം കൃഷിപ്പണികളൊക്കെ ചെയ്തിട്ട് നന്നായി പണിയെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം അതാണ്. അങ്ങനെ ജീവിച്ചു പോരുകയാണ്. അപ്പോൾ എവിടെ നിന്നും ആരോ കൃഷ്ണ എന്നുള്ള ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹവും അതിങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് വലിയ ഭക്തി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആ കൃഷ്ണ എന്നുള്ള പേരിൽ വിശ്വാസം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ വായിലും വരുമല്ലോ. അതേപോലെ തന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ്. പട്ടിണി, പരിവട്ടം അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃഷിയാണെങ്കിലോ അതും താഴേക്ക് വന്നു. അപ്പോൾ കൃഷിയിൽ നിന്നും കാര്യമായിട്ട് വിളവൊന്നും ലഭിക്കണില്ല. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായപ്പോൾ എല്ലാവരും, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടിലായി. ഒപ്പം ഇദ്ദേഹത്തിനും ബുദ്ധിമുട്ടായി. ആ ഒരു സമയത്ത് ഇദ്ദേഹം തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു ജ്യോത്സ്യനുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും തൻ്റെ ജാതകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയത്. അത് പോകാനായിട്ടും കാരണമുണ്ട് കേട്ടോ. കാരണം പലരും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് അറിയാം അവിടെ ഒരു ജ്യോത്സ്യനുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ വന്നത്, അതിൻ്റെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത് ചെയ്തപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി, സുഖമായി. അതുകൊണ്ട് ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പരിഹാരം തനിക്കും പറഞ്ഞു തരും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ, ഈ ക്ഷാമം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കൃഷിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് മെച്ചമുണ്ടാകാനായിട്ട് സാധിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ അവിടെ പോയി ആ ജ്യോത്സ്യനെ കണ്ടു, തൻ്റെ ജാതകമൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ ഗ്രഹനിലയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് തൻ്റെ ബുദ്ധിമുട്ടുകളെന്നും അതിൻ്റെ പ്രശ്നം, വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ഷാമമൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് അങ്ങ് തന്നെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ജ്യോത്സ്യരുടെ അടുത്ത് പറഞ്ഞു. ജ്യോത്സ്യരെ ജാതകമൊക്കെ ഒന്ന് നോക്കിയിട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കൂലോ കിട്ടിക്കഴിഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു എന്തായാലും താങ്കൾ ഇപ്പോൾ പോയിട്ട് അടുത്ത ആഴ്ച വരൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനായിട്ട് ഈ കൃഷിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ജ്യോത്സ്യൻ. അപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു ഇപ്പം എനിക്ക് നേരം കുറവാണ്, കുറച്ച് സമയമുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ജാതകം വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് സാധിക്കില്ല. കൃത്യമായിട്ട് നോക്കിയിട്ട് എല്ലാ ഭാഗവും നോക്കിയിട്ട് വേണമല്ലോ പരിഹാരം പറഞ്ഞു തരാനായിട്ട്. അതിനുള്ള സമയം ഇപ്പം എനിക്കില്ല. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്നും പറഞ്ഞിട്ട് ഈ കൃഷിക്കാരനെ ജ്യോത്സ്യൻ മടക്കി അയച്ചു കേട്ടോ. അങ്ങനെ കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൃഷിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി, ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ജ്യോത്സ്യൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ. അദ്ദേഹം ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൃഷിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ, അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച വരാനായിട്ട്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താങ്കളെ ഓർമ്മയൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്യൂ, അന്ന് ഇവിടുന്ന് പോയില്ലേ, ആ പോയതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും പോലും വിടാതെ എൻ്റെ അടുത്തൊന്ന് ഓർത്ത് പറയൂ എന്ന് ഈ ജ്യോത്സ്യൻ കൃഷിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഈ കർഷകൻ ഓരോരോ കാര്യങ്ങളായിട്ട് ജ്യോത്സ്യരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് ഞാനിവിടുന്ന് ഇറങ്ങിയ സമയത്ത് മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടിൽ കൂടെയൊക്കെയാണ് പോകുന്നതേ. അങ്ങനെ ഇടി മഴയൊക്കെ വന്നപ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കണ്ടേന്ന് വിചാരിച്ച് മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ വല്ല വന്യമൃഗങ്ങളും വന്നിട്ട് ആക്രമിച്ചാലോ എന്ന് വെച്ചിട്ട് ചുറ്റിലും നോക്കിയപ്പോഴാണ് ഒരു മണ്ഡപം, ഒരു പഴയ മണ്ഡപം ശ്രദ്ധയിൽപ്പെട്ടത്. അവിടേക്ക് കയറി ചെന്നു. അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ആരുമില്ല, മനുഷ്യരാരുമില്ല. അപ്പോൾ നന്നായി അവിടേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പഴയ ക്ഷേത്രമായിരുന്നു. ആകെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അവിടുത്തെ വിഗ്രഹത്തിനൊക്കെ പൊട്ടലൊക്കെ വന്നിട്ട് ചില ഭാഗങ്ങളൊക്കെ നിലം പതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ പൂജകളും അലങ്കാരങ്ങളും ഒക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, കാട് പിടിച്ചിട്ട്, അങ്ങനെ ഒരു ക്ഷേത്രമാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പോൾ അവിടെ നിന്നു, കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പുറത്ത് മഴ പെയ്യുമ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ക്ഷേത്രമൊക്കെ പുതുക്കി പണിതീർന്നു എന്നിങ്ങനെ തോന്നുക. എന്നിട്ട് ഇപ്പോൾ കയ്യിൽ ആ ഒരു പൈസ വന്നു കഴിഞ്ഞാൽ താൻ എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഓരോന്നും അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്. അപ്പോൾ ഈ തൂണുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ആ ഭാഗങ്ങളൊക്കെ നേരെയാക്കുന്നത്, തൂണുകളൊക്കെ നിവർത്തി നിർത്തുന്നത്, അതേപോലെ തന്നെ എല്ലാം വൃത്തിയാക്കിയിട്ട്
ഭംഗിയായിട്ട് ഓരോരോ പണികൾ ചെയ്യിപ്പിക്കുന്നത് ആളുകളെ കൊണ്ടുവന്നിട്ട്. അങ്ങനെ അവിടുത്തെ ആ ഒരു പൊട്ടിയ വിഗ്രഹമൊക്കെ മാറ്റിയിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി പുതിയ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. പിന്നെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അഭിഷേകങ്ങളൊക്കെ നടത്തണമല്ലോ, ചൈതന്യമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുംഭാഭിഷേകമൊക്കെ നടത്തുന്നത്. പിന്നെ ഇതൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ഷേത്രം പണിയുന്നതും അതൊക്കെ വൃത്തിയാക്കുന്നത്, മാനസ പൂജ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ മനസ്സിൽ ഈ ക്ഷേത്രം പണിയുന്നത്, അവിടെ പ്രതിഷ്ഠിക്കുന്നത്, കുംഭാഭിഷേകം നടത്തുന്നത്, പിന്നെ അതൊക്കെ നടത്തിയിട്ട് അവിടെ വന്ന ഭക്തജനങ്ങൾക്കൊക്കെ പ്രസാദം ഊട്ടി നൽകുന്നത്, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജ്യോത്സ്യരെടുത്ത് പറയണം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സർപ്പത്തിൻ്റെ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഇങ്ങനെ കൊത്താനായിട്ട് വന്ന് നിൽക്കുക. അങ്ങനെ അദ്ദേഹം പേടിച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്കാണ്ട് ഇറങ്ങി ഓടി ഈ മണ്ഡപത്തിൽ നിന്ന്. അങ്ങനെ ഓടിയ ഉടനെ തന്നെ ഈ മണ്ഡപം മുഴുവനായിട്ട് തകർന്ന് വീഴുകയും ചെയ്തു. പുറത്തേക്ക് എത്തിയപ്പോൾ ഇടിയും മഴയൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ഈ ജ്യോത്സ്യരെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ജ്യോത്സ്യർക്ക് ആകെ അത്ഭുതം. അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് വന്നേ. വേഗം ആ കർഷകനെ ഞങ്ങളുടെ വീണ നമസ്കരിച്ചു ആ ജ്യോത്സ്യർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കണ്ടപ്പോൾ കർഷകനൊന്നും മനസ്സിലായില്ല കേട്ടോ. അദ്ദേഹം വേഗം ഇദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ച് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജ്യോത്സ്യർ പറഞ്ഞു, അങ്ങ് അന്ന് എന്നെ കാണാനായിട്ട് വന്നിരുന്നില്ലേ ജാതകം നോക്കാനായിട്ട്? അപ്പോൾ അങ്ങയുടെ ജാതകത്തിൽ അങ്ങയുടെ മരണസമയം അടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങയെ ഇനി കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അങ്ങയോട് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞത്, അടുത്ത ആഴ്ച വരാനായിട്ട് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൽ പരിഹാരവും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു താങ്കളുടെ ഈ ഒരു മരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ആ ഒരു പരിഹാരം അതിൽ കണ്ടത്, അങ്ങൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടുത്തെ വിഗ്രഹത്തിന് കുംഭാഭിഷേകം നടത്തിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ഈ ഒരു ദോഷം മാറാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ മനസ്സിലായത്. പക്ഷെ അങ്ങ് വന്നത് തന്നെ അങ്ങയുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്, ക്ഷാമമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങയുടെ കയ്യിൽ ധനം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആ പരിഹാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് മനസ്സുകൊണ്ട് അങ്ങേക്ക് ധനം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കാമെന്നും അവിടെ പ്രതിഷ്ഠിക്കാമെന്നും ഒക്കെ മനസ്സുകൊണ്ട് അങ്ങ് കണ്ടു. മനസ്സിൽ അങ്ങ് അത് ചെയ്തു. ഭഗവാന് കുംഭാഭിഷേകവും നടത്തി. അതെല്ലാം ഭഗവാൻ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ടാണ് ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങേക്ക് മരണം വന്നപ്പോഴും ഭഗവാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോഴാണ് കർഷകന് അപ്പോഴും അദ്ദേഹത്തിന് നടുക്കം വിട്ടുമാറിയിട്ടില്ല കേട്ടോ. അപ്പം അദ്ദേഹം വിചാരിച്ചു, ശരിയാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആ ഒരു സമയത്ത് ആ ഒരു മഴയത്ത് അങ്ങോട്ടേക്ക് കയറി നിൽക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടില്ലായിരുന്നു. അതെല്ലാം ഭഗവാന്റെ ഒരു നിയോഗമാണ്. അപ്പം അറിയാതെ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചത് കൊണ്ടുള്ള ആ ഒരു ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് വലിയൊരു ആപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിച്ചാൽ എങ്ങനെയിരിക്കും? എപ്പോഴും ഭഗവാൻ നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കും എന്ത് അപകടത്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട്, എല്ലാ വിഷമങ്ങളും മാറാനായിട്ട് കൂടെ ഉണ്ടാകും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുത്താണ് കേട്ടോ. പിന്നെ ഇനി പഴുക്കാമണ്ഡപത്തിൻ്റെ കാര്യം പലരും പിന്നെയും ചോദിച്ചിട്ടുണ്ട്. കാരണം പഴുക്കാമണ്ഡപം തൊഴേണ്ട രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി എത്ര ദിവസം കൂടെ ഉണ്ടാകും, ഏത് സമയത്താണ് തൊഴാനായിട്ട് സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ 7, 8, 9, 10 ഇനി ഇന്നും കൂടെ ചേർത്ത് 4 ദിവസം കൂടെയാണ് പഴുക്കാമണ്ഡപ ദർശനം ഉണ്ടായിരിക്കുക. അത് ഇന്നത്തെ രാവിലത്തെ ദർശനം ഇപ്പം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി രാത്രിയിലാണ് ഉണ്ടാകുക കേട്ടോ. രാത്രിയിൽ 8:30 മുതൽ 12:30 വരെയുള്ള സമയത്താണ് ചുറ്റമ്പലത്തിനകത്ത് വടക്ക് ഭാഗത്തായിട്ട് ശ്രീഭൂതബലിക്ക് ഭഗവാനെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കാം. ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ തൊഴാനായിട്ട് സാധിക്കും. പിന്നെ നാളെ 8ാമത്തെ ദിവസമാണ്, ഉത്സവ ബലിയാണ്. നാളെയും 2 നേരം പഴുക്കാമണ്ഡപ ദർശനം ഉണ്ട് കേട്ടോ. ഒന്ന് രാവിലെയാണ്, അതൊരു 9:30, 9:45, 10:45 സമയത്താണ് ഉണ്ടായിരിക്കുക. നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കളുടെ മുന്നിൽ. പക്ഷെ അത് കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ മാത്രമേ പഴുക്കാമണ്ഡപ ദർശനം സാധ്യമാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാത്രിയുണ്ട്, ഇന്നത്തെ പോലെ തന്നെ നാളെ രാത്രിയിലും ഉണ്ട്. അതും 8:30 മുതൽ 12:30 വരെയാണ് ചുറ്റമ്പലത്തിൻ്റെ അകത്ത് വടക്കു ഭാഗത്തായിട്ട്. പിന്നെ ഉള്ളത് പള്ളിവേട്ടയും ആറാട്ടുമാണ്. ഇത് 8-ാം തീയതിയും 9-ാം തീയതിയും. ഈ 2 ദിവസങ്ങളിലും രാവിലെ പഴുക്കാമണ്ഡപ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ, വൈകിട്ടാണ് ഉണ്ടാവുക. 5 മണിക്ക് ഭഗവാനെ ആ കിഴക്കേ നടയിലെ മഞ്ചാടിച്ചെമ്പുണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് എഴുന്നള്ളിച്ച് വെക്കുക പഴുക്കാമണ്ഡപത്തിൽ. എന്നിട്ട് അവിടെയാണ് ഭഗവാന് ദീപാരാധന ഉണ്ടായിരിക്കുക. ഉഴമേറ്റ കീഴ്ശാന്തിയാണ് ദീപാരാധന നടത്തുന്നത് കേട്ടോ. അതൊരു ഏകദേശം 5 മണി മുതൽ ഏകദേശം 6:30 വരെയുള്ള സമയത്താണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജനറൽ ക്യൂയിലൂടെ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ കണ്ടു തൊഴാവുന്നതാണ്. പിന്നെ അതിനുശേഷമാണ് പ്രദക്ഷിണത്തിനായിട്ട്, കുളപ്രദക്ഷിണത്തിനായിട്ട്, നഗരപ്രദക്ഷിണത്തിനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ള. പിന്നെ പള്ളിവേട്ട.
പിറ്റത്തെ ദിവസം ഇങ്ങനെ തന്നെയാണ്. ആറാട്ടിൻ്റെ അന്നും ഇതേപോലെ വൈകിട്ടാണ് പഴുക്കാമണ്ഡപ ദർശനം ഉണ്ടായിരിക്കുക. 5 മണി മുതൽ 6:30 വരെ ദീപാരാധന ആ മഞ്ചാടിച്ചെമ്പിന് അവിടെ വെച്ചിട്ടായിരിക്കും, കിഴക്കേ ഭാഗത്ത് എഴുന്നള്ളിച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി 4 ദിവസം കൂടി ഉള്ളൂ. ഇന്ന് 7-ാം വിളക്കാണ്. പിന്നെ നാളെ ശനിയാഴ്ച 8-ാം വിളക്ക്, ഞായറാഴ്ച പള്ളിവേട്ട, പിന്നെ തിങ്കളാഴ്ച ആറാട്ട്. അപ്പോൾ ഈ 4 ദിവസം കൂടി ഇനി പഴുക്കാമണ്ഡപ ദർശനം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഗുരുവായൂർക്ക് വന്നോളൂ, ഉത്സവത്തിൽ പങ്കെടുത്തോളൂ, ഭഗവാനെ കണ്ടോളൂ, നന്നായിട്ട് ഭഗവാനെ തൊഴുതോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.